അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു ബൂസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് ബീറ്റ് ആയതിനു ശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചാൽ കൂടുതൽ ബീറ്റ് ചെയ്യരുത്. അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, 1/4 കപ്പ് ബൂസ്റ്റ്. ഇത് ഒന്ന് അരിച്ചെടുക്കാം. ഇത് നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഒന്നിച്ചിട്ട് ഫോൾഡ് ചെയ്യരുത്, കുറച്ചിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നെയ്യ് പുരട്ടി ബട്ടർ പേപ്പർ വിരിച്ച പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ 30 മിനിറ്റ് വേവിച്ചെടുക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുക്കും തുറന്നു നോക്കിയത് കൊണ്ട് ചെറിയൊരു കുയ്യായിപ്പോയി. അങ്ങനെ തുറന്നു നോക്കി കളിക്കരുത്. നല്ല സോഫ്റ്റ് കേക്കാണ്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 5 രൂപേൻ്റെ ഒരു പേക്ക് ബൂസ്റ്റ് ഇട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 പീസായാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി കേക്ക് ബേസിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബൂസ്റ്റും പാലും പഞ്ചസാരയും മിക്സ് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. ഇതിലേക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം.
ഇതിൻ്റെ മേലെ അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ ബൂസ്റ്റിൻ്റെയും പഞ്ചസാരയുടെയും ലായനി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലെ ക്രീം തേച്ചെടുക്കാം. നമുക്കിതിന് സ്കാപ്പർ വെച്ചൊന്ന് വരച്ചു കൊടുക്കാം സൈഡ്. ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ്, 1/4 കപ്പ് വിപ്പിംഗ് ക്രീം, ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു പേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് 5 രൂപേൻ്റെ ബൂസ്റ്റാണ് ഇട്ട് കൊടുത്തത്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ബട്ടർ ഇട്ടാൽ മാത്രമേ അതിന് ഗ്ലേസിങ് ഉണ്ടാവും. എന്നിട്ടാണ് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. കേക്ക് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഗണാഷ് ഉണ്ടാക്കി വെച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത കേക്കാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ എനേബിൾ ചെയ്യുക.